എല്ലാ വർഷവും സെപ്റ്റംബർ 29 നടക്കുന്ന ഒരു പ്രധാന വാർഷിക പരിപാടിയാണ് ലോക ഹൃദയ ദിനം. ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി ആഗോളതലത്തിൽ വിവിധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചാണ് ദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കാൻ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളും സംബന്ധിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇവൻറ്റുകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓരോ വർഷവും ഏകദേശം 1.7 കോടി ആളുകൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ജീവഹാനി സംഭവിക്കുന്നുണ്ട്. ഇത് ആഗോള മരണനിരക്കിൻ്റെ ഏകദേശം 31%. ഇന്ന് രാവിലെ 7 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷന് മുൻവശത്ത് നിന്ന് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അണിനിരന്ന ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന ഹൃദയത്തിന് വേണ്ടി ഒരല്പം നടത്തം എന്നതിലൂടെ സംഘടിപ്പിച്ച ഒരു ഇവൻ്റാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഫ്രണ്ടിലെ ഒന്നിച്ച് നിൽക്കണോ? മാത്രം ഫോക്കസ് ചെയ്ത് അണിനിരന്ന എല്ലാവരും ബലൂൺ കൈപ്പറ്റണം. ഒന്നിച്ച് നമുക്ക് മേയറോടൊപ്പം തന്നെ ഉള്ള എല്ലാ സംഘടനകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയുടെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെ ഈ ബലൂൺ 3 ഉയർത്ത 1 2 3. നല്ല പെർഫോമൻസാണ്. അടുത്ത കാര്യത്തിൽ നല്ല പെർഫോമൻസ്.
ഗ്രൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിലെ ചായയും കുമാറുമായി ഇന്ററാക്ഷൻ ഉണ്ട്, ചുരുങ്ങിയ സമയം മാത്രം. അപ്പൊ നമ്മള് ആദരിക്കുന്ന ചടങ്ങാണ് ഔപചാരിക 85 years വിജയ് സിംഗ് പദം സിംഗ്. ഡോക്ടർ കെ രാജഗോപാൽ. അടുത്തത് 82 years സി ചാക്കുണ്ണി 82 years. ക്യാപ്റ്റൻ ഇ മാധവൻ നായർ 81 years 81. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്നു വന്നതാട്ടോ, മെഡിക്കൽ കോളേജിൽ. ഇത്രയാണ് നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എബോവ് 80. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആദരിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. Members on the dais, I have been given the honor of honoring him on this wonderful day, that is World Heart Day. And I think without going into too many details, I'm sorry because of the lack of time. And a very good friend of mine, let me introduce, and please give him a big hand. Sportsman as well as a advocate. ഡോക്ടേഴ്സാണ് ഞാൻ ഏജ് കഴിയുന്നത്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത് അതിന് മാത്രമായിട്ടൊരു മെഡിസിൻ ഇല്ലായിരുന്നു സാധാരണ. പക്ഷേ അതൊന്നും അവർ ആകെ ഇത് മാത്രമേ ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കി കിടപ്പ് തോന്നുന്നു എന്നൊന്നും പറഞ്ഞാൽ ഡോക്ടർ തോന്നുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും കൂടി ഡോക്ടറുടെ വലിയ മാർക്കുകൾ ഉപകാരപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചോദ്യം ഞാൻ ഡോക്ടർ ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് മേയർ മാഡം ബീന, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഡോക്ടർ നന്ദകുമാർ, ഇവിടുത്തെ കോഴിക്കോട്ടെ ഇൻ്റർവെൻഷൻ സീനിയർ കാർഡിയോളജിസ്റ്റാണ്. അനുഭവപ്പെട്ട ഒരു അഭാവം ഒരു വ്യക്തിയുടെ ആബ്സെൻസാണ്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയെ പ്രസിഡൻ്റായി കോഴിക്കോട്ടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ അദ്ദേഹത്തിന് നടക്കുന്ന അടുത്ത മാസം നടക്കുന്ന തുടർന്ന് നടക്കുന്ന വേൾഡ് ഹാർട്ട് കോഴിക്കോട് കോർപ്പറേഷനുമായി നടത്തുന്ന ഈ സംയുക്ത പബ്ലിക് അവയർനെസ് പ്രോഗ്രാമിൽ അദ്ദേഹം എടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളം ഫുഡ് കൺട്രോൾ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ എല്ലാം കൺട്രോൾ ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നുള്ള ഹാർട്ടിന്റെ മസിൽസിലെ അസുഖങ്ങൾ, കാര്യമായപ്പതി, ജന്മനാ ഹൃദയത്തെ ധമനികളിലെ വ്യത്യാസം, ഹാർട്ട് മിടിപ്പ് കൊണ്ടുള്ള അസുഖങ്ങൾ, ഇതൊക്കെയാണ് കൂടുതൽ. കോവിഡ് വാക്സിൻ നമുക്ക് ഒരു പരിധിവരെ കോവിഡ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കാരണം വളരെ അപൂർവമായി ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികളിൽ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡിൻ്റെ സൈഡ് എഫക്റ്റ് വാക്സിൻ്റെ അത് നമുക്ക് ഇമ്മ്യൂണോളജിക്കൽ മെക്കാനിസം ആകാം, അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കുന്നതുകൊണ്ടാകാം, ഹൃദയധമനിയെ കട്ട പിടിക്കാം, കാലില് വെയിലിനെ കട്ട പിടിച്ച് ശ്വാസകോശത്തിലേക്ക് പോകാം. ഇത് കാരണം വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ വാക്സിൻ എടുത്ത എല്ലാവർക്കും ഈ അസുഖങ്ങൾ വന്നിട്ടില്ല. ഇനി മരിച്ചവർക്ക് മുഴുവനും ഇതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല. വാക്സിൻ എടുത്തവർക്ക് ഹൃദ്രോഗം വരാതിരിക്കില്ലല്ലോ, കോവിഡ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ എടുത്തത്. പക്ഷെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ കുഞ്ഞാൽ സാറാണ് അതിൻ്റെ സ്ഥാപകനും. അതിനെല്ലാം നമ്മളൊക്കെ അതിലേക്ക് പൊട്ടിക്കൊണ്ടുവന്നു. ഞാൻ കോർപ്പറേഷൻ ഇങ്ങനെ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്തുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമായി മാറിയിട്ടുള്ള ഹാർട്ട് കെയറോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അഭിമാനമാണ്, സംതൃപ്തിയാണ്. അതോടൊപ്പം ഇതിലേക്ക് കടന്നു വരുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ കാണുന്നത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. സംഘടനകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയുടെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെ ഈ ബലൂൺ 3 ഉയർത്ത 1 2 3. നല്ല പെർഫോമൻസാണ്. അടുത്ത കാര്യത്തിൽ നല്ല പെർഫോമൻസ്.